ഇന്ന് ഈ ഭവ്യമായ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സംഘത്തിൻ്റെ ക്ഷേത്രീയ പ്രാന്തീയ തലത്തിലെ അധികാരിമാരെ, കൊച്ചി മഹാനഗരത്തിലെ ബൗദ്ധിക വിഭാഗവുമായും പ്രചാര വിഭാഗവുമായും ബന്ധപ്പെട്ട വിശ്വസംവാദ കേന്ദ്രവുമായും ഒക്കെ ബന്ധപ്പെട്ട കാര്യകർത്താക്കന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നേരത്തെ തന്നെ ഇവിടെ ഉണ്ണിച്ചേട്ടനും വിജയേട്ടനുമൊക്കെ പറഞ്ഞതുപോലെ വളരെയധികം അഭിമാനകരമായ ആനന്ദകരമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇവിടെ സംഘ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ഒരു ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ, ശ്രുതം എന്ന് പേരായിട്ടുള്ള ആപ്ലിക്കേഷൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ചോദിക്കട്ടെ, അത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് അപ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്? ഒന്ന് കൈ ഉയർത്താമോ? ആൻഡ്രോയിഡ് ഉള്ളവർ മാത്രമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. കൈ പൊക്കാത്തവരെല്ലാം ഐഫോൺകാരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും സുമേഷും സംഘവും ജ്യോതിയും എല്ലാം ചേർന്ന് ഇതിന് ആ ഒരു മുഖം കൂടി കൊടുക്കാൻ എന്താണോ ചെയ്യേണ്ടത് അതുകൂടി ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നതാണ്. കൈ ഉയർത്തിയവരിൽ ഇവിടെ സുമേഷ് അവസാനം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു ഓപ്ഷൻ, ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള സ്വയംസേവകർക്ക്, സംഘ കുടുംബാംഗങ്ങൾക്ക്, അതേപോലെ നമ്മുടേതായ ഗ്രൂപ്പുകളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്തു. അങ്ങനെയുള്ളവരോ എൻ്റെ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായാലും കുഴപ്പമില്ല, സാറിന് മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറയും, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അതും കൂടി ചെയ്യുക. അപ്പോൾ ഈ പരിപാടി കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡൗൺലോഡിങ് കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും അത് എത്തുന്ന വിധത്തിൽ ഡൗൺലോഡ് ചെയ്യപ്പെടണം. അതിനുവേണ്ടി ഇതിനൊന്നും അധികം സമയം വേണ്ടല്ലോ, ഒരു സെക്കൻഡ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക, അതും കൂടി ചെയ്യേണ്ടതുണ്ട്. ഓരോ ആളും ചുരുങ്ങിയത് 100 പേരിലേക്കെങ്കിലും അത് ഇന്നിപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യാമെങ്കിൽ ഒരു വളരെ വ്യാപകമായ വിധത്തിൽ നമ്മൾ ഈ തുടക്കം കുറിച്ചിട്ടുള്ള ശ്രുതം എത്തിച്ചേരും എത്തേണ്ടിടത്തൊക്കെയും. നമുക്കറിയാം, സംഘപ്രവർത്തനം ആരംഭിച്ച് ഇത്ര കാലത്തിൻ്റെ ഇടയിൽ സംഘം അനേകം വികാസ പരിണാമങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. സംഘം യഥാർത്ഥത്തിൽ അതിമഹത്തരമായ അതിദിവ്യമായ ഒരു പരിണാമത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ്. എപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ അനേകം തവണ മാന്യ ഹരിയേട്ടൻ്റെയൊക്കെ വാക്കുകളിലൂടെ കേട്ടിട്ടുണ്ട് ദാദാറാവ് പരമാർത്ഥിൻ്റെ ഒരു സുന്ദരമായ നിർവചനം, സംഘത്തെ സംബന്ധിച്ച നിർവചനം. ദാദാറാവ് പരമാർത്ഥ് ദക്ഷിണ ഭാഗത്ത് സംഘപ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി സംഘകേന്ദ്രം അയച്ച പ്രചാരകനാണ്, ആദ്യത്തെ പ്രചാരകന്മാരിൽ ഒരാൾ. അദ്ദേഹത്തോട് ചെന്നൈയിൽ വെച്ചൊരു പരിപാടിയിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ RSSനെ കുറിച്ച്, സംഘത്തെക്കുറിച്ച് വളരെ വിശാലമായി സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഒരു വാചകത്തിൽ അതൊന്ന് നിർവചിക്കാമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ദാദാറാവ് പരമാർത്ഥ് പറഞ്ഞ ഒരു വാചകം, അദ്ദേഹം ഒരു പ്രത്യേകതരം യോഗിയുടെ അവസ്ഥയിലെത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു. സംഘ ആദർശം അങ്ങനെ തിളച്ചുമറിയുന്ന, ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാൻ പാകത്തിന് തിളച്ചുമറിയുന്ന ഒരു അഗ്നിപർവ്വതമായിരുന്നു, ആശയത്തിൻ്റെ, ആദർശത്തിൻ്റെ അഗ്നിപർവ്വതമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ തൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ആ വാചകത്തിന് അതേപോലെയുള്ള അർത്ഥ
തലങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു RSS ഈസ് എൻ എവല്യൂഷൻ ഓഫ് ദ ലൈഫ് മിഷൻ ഓഫ് ദി ഹിന്ദു നേഷൻ. RSS ഈസ് എൻ എവല്യൂഷൻ. സംഘം ഒരു പരിണാമമാണ്. എന്തിനു സംഭവിച്ച പരിണാമം? ഈ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ജീവിത ദൗത്യ നിർവഹണത്തിന് ഉണ്ടായ ഒരു പരിണാമമാണ്, ഒരു ജൈവ പരിണാമമാണ് എന്ന് പറഞ്ഞു. ഞാനിത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നത് ഈ സമൂഹത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ളതും ഒരു വലിയ ജൈവ പരിണാമമാണ് എന്ന് മഹർഷി അരവിന്ദനെ പോലുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സംഘം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സംഘം അതാത് കാലത്ത് ആവശ്യമായ മാറ്റങ്ങൾ സംഘപ്രവർത്തനത്തിലും കൊണ്ടുവരുന്നുണ്ട്. സംഘം എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞു നിൽക്കുന്ന ഒന്നല്ല. സംഘം സദാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതാത് സമയത്ത് ആവശ്യമുള്ള പരിണാമങ്ങൾ, ആദർശം, ആശയം അത് സ്ഥിരമായി നിൽക്കുകയും ആവശ്യമായ പരിണതികൾ, മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് സംഘത്തിൻ്റെ. അതുകൊണ്ടാണ് സംഘത്തിൽ ഒരു കാലഘട്ടത്തിൽ സാധാരണ അന്നത്തെ കാലത്തെ പ്രവർത്തകന്മാർക്ക് ചിന്തിക്കുക പോലും ചെയ്യാൻ പ്രയാസം ഉണ്ടായിരുന്ന പ്രചാര വിഭാഗം മറ്റും സംഘത്തിൽ ആരംഭിച്ചത്. ആദ്യകാലത്ത് ചിന്തിക്കാനേ സാധ്യമല്ലായിരുന്നു. പ്രചരണം എന്ന്, പ്രചാരം എന്ന് കേട്ട പ്രചരണം എന്നാണല്ലോ അർത്ഥം. പബ്ലിസിറ്റിയും സംഘവും തമ്മിൽ എന്താണ് ബന്ധം? 3 കൊടിയ പാപങ്ങളിൽ ഒന്നായിട്ടാണ് സംഘമല്ല, ഹിന്ദു വിചാരഗതിയിൽ പ്രചാരത്തെ കണ്ടുവച്ചിട്ടുള്ളത്. നമ്മൾ 3 ദോഷങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ 3 ദോഷം വന്നുകൂടാന്നാണ്. സംഘപ്രവർത്തകർക്കും വന്നുകൂടാത്തതാണ്. വിശേഷിച്ചു 3 ഏഷണകളെ കുറിച്ച് പറയും. വിത്തേഷണ, ധനത്തിനു വേണ്ടിയിട്ടുള്ള അതിയായ മോഹം. പുത്രേഷണ, സ്വന്തക്കാരെ സ്ഥാനത്തേക്ക് ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം. നെപ്പോട്ടിസം എന്നൊക്കെ സാഹിബിൻ്റെ ഭാഷയിൽ പറയും. 3ാമത്തെ ഏഷണയായി പറയുന്നത് ലോകേഷണയാണ്. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിൽ സ്വയം പ്രൊജക്റ്റ് ചെയ്യാനുള്ള ആഗ്രഹം. ഇത് 3ഉം വലിയ തെറ്റുകളായിട്ടാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് തന്നെയാണ്, സത്യവുമാണ്. പിന്നെ എന്തിന് സംഘം തുടങ്ങി? സംഘം പ്രചാര വിഭാഗം തുടങ്ങി. ഇപ്പോൾ വന്ന് അത് മൊബൈൽ ആപ്പിൽ വരെ എത്തി നിൽക്കുന്നു. പ്രചാര വിഭാഗം തുടങ്ങാനുള്ള കാരണം എന്താ? നമുക്കെല്ലാം ആ ചരിത്രം പഠിച്ചിട്ടുള്ളവരാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ ഒരു പരിണതി, ഞാൻ പറഞ്ഞ ആ എവല്യൂഷൻ സംഘത്തിലും വരേണ്ടിയിരുന്നു. ആ മാറ്റം ഉണ്ടാകേണ്ടിയിരുന്നു. അങ്ങനെ ഒരു കാര്യവിഭാഗം ഉണ്ടാകേണ്ടത് ആവശ്യമായി. മീഡിയ രംഗത്ത്, മാധ്യമ മേഖലയിലുണ്ടായ വിവരവിസ്ഫോടനം, ഇൻഫർമേഷൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചു ലോകത്തെമ്പാടും, എല്ലായിടത്തും. പ്രത്യേകിച്ച് 1989 സേണിൽ, CERN, അവിടെ ഒരു പുതിയ വിവരങ്ങളെ ശേഖരിക്കാനും ആവശ്യത്തിനനുസരിച്ച് ആ വിവരങ്ങളുടെ ഇൻഫർമേഷൻസിൻ്റെ ഒരു മഹാഭണ്ഡാകാരത്തെ ഒരു ചെറിയ ഇടത്തേക്ക് ശേഖരിച്ചു വയ്ക്കാനും സമയാസമയങ്ങളിൽ അത് എടുത്ത് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ശൃംഖലയുടെ സംവിധാനം സേണിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടു. അവിടുത്തെ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ്, അത് ബേൺസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അത് രൂപകൽപ്പന ചെയ്തു 89. പിന്നീട് അത് 93, 94 ആയപ്പോഴേക്കും ആഗോളതലത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന WWW വേൾഡ് വൈഡ് വെബ് ഉണ്ടാവുക കൂടി ചെയ്തപ്പോൾ നാളെ അതുവരെ ഉണ്ടായിരുന്ന മാധ്യമങ്ങളുടെ സ്വഭാവം മാറി. നൊടിയിടയ്ക്കുള്ളിൽ വിവരങ്ങൾ നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന അവസ്ഥ വന്നു. ഒന്ന് ചിന്തിക്കാൻ പോലും ഇട തരുന്നതിന് മുമ്പേ തന്നെ വിവരങ്ങൾ ഒരു മഹാപ്രവാഹമായി നമ്മളിലേക്ക് എത്താൻ തുടങ്ങി. ആ ഒരു സാഹചര്യത്തിൽ നേരത്തെ അച്ചടി മാധ്യമമോ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളോ കൊണ്ട് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അപകടങ്ങളോടൊപ്പം തന്നെ നല്ല കാര്യങ്ങളോ ഈ പുതിയ വിവരവിസ്ഫോടനം ലോകത്ത് സംഭാവന ചെയ്തു. അത് സംഘത്തിനെയും ബാധിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ സംഘം എന്തിനു വേണ്ടിയിട്ടാണോ ജീവിതം സമർപ്പിച്ചിട്ടുള്ളത് ആ ഭാരതത്തെ ബാധിക്കാൻ തുടങ്ങി. അതിൻ്റെ കേന്ദ്ര ആശയമായ ഹിന്ദുത്വത്തെ ബാധിക്കാൻ തുടങ്ങി. ഈ പുതിയ സംവിധാനത്തിലൂടെ മാധ്യമങ്ങളിൽ
മാധ്യമരംഗത്ത് വന്ന ഈ പരിവർത്തനം പറഞ്ഞു, ചില നല്ല കാര്യങ്ങൾക്കും അത് അവസരമൊരുക്കിയെങ്കിലും അതിനോടൊപ്പം തന്നെ വലിയ അപകടങ്ങളും സൃഷ്ടിക്കാൻ തുടങ്ങി. നെഗറ്റിവിസത്തിന്, നിഷേധാത്മകത്വത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയയും മറ്റും ഇതിൻ്റെ ഫലമായി ആവിർഭവിച്ചതോടുകൂടി. രാഷ്ട്രത്തിനെതിരായിട്ടുള്ള പ്രചരണത്തിന് കൂട്ടർ വളരെയേറെ ശക്തി വർദ്ധിപ്പിച്ചു. ആ ഒരു സന്ദർഭത്തിലാണ് പ്രചരണത്തിൻ്റെ മേഖലയിൽ ആർക്കെങ്കിലും ഉത്തരം പറയാൻ വേണ്ടിയിട്ടല്ല, ആരോടെങ്കിലും തർക്കിക്കാനുമല്ല, വിവാദത്തിൻ്റെ സംവാദത്തിൻ്റെ ഒരു പുതിയ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാനുമല്ല, സത്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ശരിയായതിനെ ശരിയാവണ്ണം എത്തിക്കാൻ പ്രചാര വിഭാഗം 94 ആരംഭിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശം, ലോകത്ത് അനേകം നന്മകൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു തിന്മ അതിൻ്റെ ഇടയിൽ സംഭവിച്ചാൽ അതിന് വ്യാപകമായ പ്രചാരം, കാരണം അത്തരം കാര്യങ്ങളാണ് ആൾക്കാർക്ക് കേൾക്കാനും കാണാനും ഇഷ്ടം എന്നുള്ളത് കൊണ്ട് അതിന് പ്രചാരം വർദ്ധിച്ചു. അവിടെയാണ് സംഘം നിശ്ചയിച്ചത്, സംഘപ്രചാര വിഭാഗത്തിലൂടെ നമ്മൾ ഏറ്റവും ശരിയും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സേവാ സംബന്ധമായ, രാഷ്ട്ര സംബന്ധമായ നന്മകളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടേതായ വിധത്തിലുള്ള ഒരു വിവര വിതരണ ശൃംഖല ഉണ്ടാകണം, വിവര സമായോജന സംവിധാനം ഉണ്ടാകണം. അങ്ങനെ തീരുമാനിക്കുകയും അത്തരം പ്രവർത്തനം നടക്കുന്ന സമയത്ത് സംഘത്തിൻ്റെ എന്തെങ്കിലും പ്രചരണം അതിൻ്റെ കൂട്ടത്തിൽ സംഭവിച്ചാൽ, സംഘം സ്വയം പ്രചരിപ്പിക്കാനല്ല, ഈ നന്മയെ പ്രചരിപ്പിക്കുന്ന സമയത്ത്, സേവനത്തെക്കുറിച്ചുള്ള വിവരം നൽകുന്ന സമയത്ത്, രാഷ്ട്രത്തെക്കുറിച്ചുള്ള വിവരം നൽകുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ സംഘത്തിനും അല്പം എന്തെങ്കിലും ഒരു പ്രചരണം കിട്ടിപ്പോയാൽ, സംഘപരിപാടികളെക്കുറിച്ച് ശരിയാവണ്ണം ഇതുവഴി അറിയിക്കാൻ കഴിഞ്ഞാൽ നല്ലത്. ഇതാണ് പ്രചാര വിഭാഗം ആരംഭിക്കാനുള്ള കാരണം. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രചാര വിഭാഗിൻ്റെ ഒരു അവാന്തര, അതിൻ്റെ ഉള്ളിലെ തന്നെ ഒരു ആയാം അല്ലെങ്കിൽ ഒരു വിഭാഗം എന്ന നിലയ്ക്ക് വിശ്വസംവാദ കേന്ദ്രം, ശരിക്കും പറഞ്ഞാൽ ക്രൊണോളജിക്കലി നോക്കിയാൽ രാമജന്മഭൂമി സമയത്ത് വിശ്വസംവാദ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അതിന് കുറച്ചുകൂടി വ്യവസ്ഥാപിതമായ രൂപം പ്രചാര വിഭാഗം ആരംഭിച്ചതിന് ശേഷം വരും. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ആ വിശ്വസംവാദ കേന്ദ്രവുമായിട്ടും പ്രചാര വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയുടെ മേഖലയിലും നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുന്നു. അത് വളരെ വിപുലമായ, നേരത്തെ ഞാൻ പറഞ്ഞു, വിവരശേഖരണത്തിനും വിവര വിതരണത്തിനുമായിട്ടുള്ള ഒരു മഹാശൃംഖലയായി സംഘം അത് വ്യാപിപ്പിച്ചു. ഈ പ്രവർത്തനത്തിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ സംഘ സ്വയംസേവകർക്കും സംഘബന്ധമുള്ള കുടുംബാംഗങ്ങൾക്കും സംഘവുമായി ബന്ധപ്പെട്ട അറിവ്, ശ്രുതം അത് നൽകുന്നതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആരംഭിച്ചു. ഇപ്പോൾ ഇന്ന് മൊബൈലില്ലാത്തവരാരുമില്ല, ശരാശരി 2 മൊബൈലെങ്കിലും ഉണ്ട് എന്ന അവസ്ഥയിലാണ്. മൊബൈലിനുള്ളിൽ, ഒറ്റ നോട്ടത്തിനുള്ളിൽ നമുക്ക് സംഘത്തിൻ്റെ അടിസ്ഥാനപരമായ ബൗദ്ധിക സംവിധാനങ്ങളെക്കുറിച്ച്, വൈചാരികമായ ഒരു നില കൈവരിക്കുന്നതിന് വേണ്ടി നമ്മളെ ബാധിക്കാനിടയുള്ള സ്മൃതിദോഷത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഈ ശ്രുതം തുടങ്ങിയിരിക്കുകയാണ്. സ്മൃതിദോഷമാണ് അല്ലെങ്കിൽ സ്മൃതിനാശമാണ് സർവനാശത്തിന് കാരണം എന്ന് ഭഗവാൻ പറഞ്ഞു വച്ചിട്ടുണ്ടല്ലോ. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. സർവനാശത്തിൻ്റെ കാരണം എന്താണ് എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ 2 ശ്ലോകങ്ങളിലൂടെ സുന്ദരമായ ഒരു ഉത്തരം പറയുന്നുണ്ട്. ജായതോ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ. സ്മൃതി, അവിടുന്നാണ് തകർച്ച ആദ്യമേ തുടങ്ങും. സംഘത്വത്തിൽ നിന്ന്, കാമത്തിൽ നിന്ന്, ക്രോധത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് സ്മൃതി ഇല്ലാതെയാകുന്നു, ഓർമ്മക്കേടുണ്ടാകുന്നു. ഓർമ്മക്കേടിൽ നിന്ന് അത് ബുദ്ധിനഷ്ടത്തിലേക്ക് സംഭവിക്കുന്നു. അതിൽ നിന്നാണ് സർവനാശം വരുന്നത് എന്നാണ്. ഗീത വായിച്ചിട്ടാണോ, ഗീതയുടെ ആശയം ഉൾക്കൊണ്ടിട്ടാണോ എന്നറിയില്ല, ലോകത്ത് പല ചിന്തകന്മാരും നാശത്തിൻ്റെ കാരണമായി ഈ സ്മൃതിനാശത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട്. സ്മൃതിനാശമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന്. ഒരു പ്രസിദ്ധമായ, ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്, ഒരു ചെക്ക് നോവൽ, ദ ബുക്ക് ഓഫ് ലോഫ്റ്റർ ആൻഡ് ഫൊർഗെറ്റിംഗ്. പുസ്തകത്തിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്, ബുക്ക് ഓഫ് ലോഫ്റ്റർ, ചിരിയുടെയും മറവിയുടെയും പുസ്തകം
ചിരിയുടെയും മറവിയുടെയും പുസ്തകം. അതിൽ അദ്ദേഹം ആവർത്തിച്ച് സമർത്ഥിക്കുന്നത്, ആവർത്തിച്ചു പറയുന്നത്, ഒരു വിഭാഗം ജനങ്ങളെ ഇല്ലാതെയാക്കണം, ഒരു സമാജത്തെ ഇല്ലാതെയാക്കണമെങ്കിൽ അതിൽ ചെയ്യേണ്ടത്, അതിലേറ്റവും പ്രധാനമായി ചെയ്യുന്നത്, ആക്രമണകാരികൾ ചെയ്യുന്നത് ഓർമ്മകളെ ഇല്ലാതെയാക്കുകയാണ്. ആ സമൂഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്മൃതിയെ, മെമ്മറിയെ ഇല്ലാതെയാക്കുകയാണ്. ആ മെമ്മറി ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്ത് ഈ ആക്രമണകാരികൾ അവരുടേതായ വിവരങ്ങൾ കുത്തിനിറയ്ക്കും. അതിനാവശ്യമായ വിധത്തിൽ പുസ്തകങ്ങൾ എഴുതപ്പെടും, അതിനാവശ്യമായ വിധത്തിലുള്ള ചരിത്രം രചിക്കപ്പെടും എന്നാണ്. സത്യത്തിൽ ഭാരതത്തിന് മൊത്തത്തിൽ സംഭവിച്ചതും ഒരു വലിയ സ്മൃതിനാശമാണ്. ഉപനിവേശികത അല്ലെങ്കിൽ ഉപനിവേശികവൽക്കരണം, കോളനിവൽക്കരണം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം നമ്മുടെ ഓർമ്മകൾക്ക് മേലുള്ള ആക്രമണമായിരുന്നു. മുഗളന്മാരും ചെയ്തത് അതാണ് ഒരർത്ഥത്തിൽ. അത് തന്നെയാണ് യൂറോപ്യന്മാരും വിശേഷിച്ച് ബ്രിട്ടീഷുകാരും ചെയ്തത്, നമ്മുടെ ഓർമ്മകളെ ഇല്ലാതെയാക്കാൻ. അപ്പോൾ ഓർമ്മയെ ബലപ്പെടുത്തൽ ഒരു രാഷ്ട്രത്തെ ബലപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സമൂഹത്തെ രക്ഷിക്കണമെങ്കിൽ ഓർമ്മകളെ ദൃഢമാക്കണം, ഓർമ്മകളെ ദൃഢമാക്കണം. ഒരു സിനിമയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞൊരു ഒരു സിനിമയുണ്ട്. സിനിമയുടെ പ്രമേയമൊക്കെ വേറെ ആയിരിക്കാം, പക്ഷേ ആ തലക്കെട്ട് വളരെ സുന്ദരമായൊരു തലക്കെട്ടാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഓർമ്മകൾ ഉണ്ടാകണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രുതം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന്. പലപ്പോഴും നമുക്കറിയാം, ആ ഗീതം, ഏതോ ഒരു ഗീതം ഉണ്ടായിരുന്നല്ലോ, പിന്നെ നമുക്ക് പുസ്തകം തേടി പോകുമ്പോൾ ആ പുസ്തകം കയ്യിലുണ്ടാവില്ല, ഗാനാഞ്ജലി കയ്യിലുണ്ടാവില്ല. അപ്പം പെട്ടെന്ന് കണ്ടെത്താൻ ഒറ്റ വഴിയുള്ളൂ, നേരെ മൊബൈലെടുത്ത് തുറക്കുക, ശ്രുതത്തിലേക്ക് പോവുക, ആ ഗീതം തേടിപ്പിടിക്കുക, അതിൻ്റെ വരികൾ മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അതിൻ്റെ ഈണം മനസ്സിലാക്കുക. പിന്നെ ചിലതിനെയൊക്കെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്, ശരിയായ വിധത്തിൽ. ഉദാഹരണത്തിന് പ്രാർത്ഥന. ഇപ്പോൾ ചില പുതിയ ശാഖകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രചരിക്കുന്ന ശങ്കർ മഹാദേവന്റെ പ്രാർത്ഥനയാണ് പലരും സംഘത്തിൻ്റെ പ്രാർത്ഥനയായി കണക്കാക്കി പാടിക്കൊണ്ടിരിക്കുന്നത്. ശങ്കർ മഹാദേവൻ പാടിയതുകൊണ്ട് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ അത് അവരുടെ മൊബൈലിലൊക്കെ കിട്ടുന്നുണ്ട്. സംഘത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നാണ് അത് പുറത്തു വന്നതെന്നുള്ളത് കൊണ്ട് അതിന് കൂടുതൽ കേൾവിക്കാരും കാണികളും ഒക്കെ ഉണ്ടാവും. ഈണം മാറിപ്പോകുന്നു. ഉച്ചാരണ പശ കൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത് നല്ലതാണ്. സംഘത്തിൻ്റെ പ്രാർത്ഥനയെ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് വളരെയേറെ അവസരമുണ്ടാക്കി. പക്ഷെ നമുക്കൊരു താളമുണ്ട്, നമ്മളൊരു പ്രത്യേക താളത്തിലാണ്, ഭുജംഗപ്രയാതത്തിൽ ആ വൃത്തത്തിന് അനുസൃതമായ ഒരു താളം, രാഗമാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ആ രാഗത്തിൽ തന്നെ വേണം ഭാരതം മുഴുവൻ, ലോകം മുഴുവൻ ആ പ്രാർത്ഥന ചൊല്ലാൻ. അപ്പോൾ എവിടെയെങ്കിലും പ്രാർത്ഥനയുടെ താളത്തെക്കുറിച്ച്, രാഗത്തെക്കുറിച്ച് സംശയമുണ്ടാകുമ്പോൾ ആ സംശയ നിവൃത്തിക്കും ഇത് വളരെയേറെ സഹായകരമാകും. അവിടെ ഞാൻ പറഞ്ഞത് ഓർമ്മ ദൃഢമാകും, സ്മൃതി നഷ്ടമാകാതെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. ഈ തരത്തിൽ ഓരോ സ്വയംസേവകനും മാത്രമല്ല, ഇന്നിപ്പോൾ പരമപവിത്രമതാമി മണ്ണിൽ എന്നുള്ള പാട്ടിൻ്റെ ആ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായ സമയത്ത് നമ്മുടെ ഇവിടുന്ന് തന്നെയാണ്, സരസ്വതി വിദ്യാനികേതനിലെ കുട്ടികളാണ് ട്രെയിനിൽ വെച്ചത് പാടിയത്. ആ പാടിയതിനെ തുടർന്ന് നമ്മളിപ്പം മൊബൈൽ തുറന്നാൽ, സോഷ്യൽ മീഡിയ തുറന്നാൽ എത്രയെത്ര ആളുകൾ, സ്വയംസേവകർ മാത്രമല്ല, സ്ത്രീകൾ, സഹോദരിമാർ, കൊച്ചുകുട്ടികൾ പോലും ആ പാട്ട് പാടുന്നത് കാണും. ഗീതങ്ങൾ പാടുന്ന എല്ലാവരുമാണ്. ഗീതമെന്ന് പറയുന്നത് അത് നമ്മുടെ ഉള്ളിലേക്ക് കരുത്തിനെ വർദ്ധിപ്പിക്കും, നമ്മുടെ മനസ്സിൽ ദൃഢത വളർത്തും, നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള പ്രേരണ തരും. ദുഃഖമുണ്ടാകുന്ന സമയത്ത്, നിരാശയുണ്ടാകുന്ന സമയത്ത് പ്രതീക്ഷയുടെ പുത്തൻ മേഖലയിലേക്ക് നമ്മളെ ഉയർത്തും. അതിനൊക്കെ ശക്തിയുള്ളതാണ് കവിതകൾ, ഗീതങ്ങൾ, ഈണത്തിൽ ചൊല്ലുന്ന ഗീതങ്ങൾ പ്രത്യേകിച്ച്. അതിന് വലിയൊരു ശക്തിയുണ്ട്. അപ്പോൾ ആ ഗീതങ്ങൾ പാടുന്നത് കേവലം സ്വയംസേവകരല്ല, കുടുംബാംഗങ്ങൾ മുഴുവൻ ചൊല്ലുന്നതാണ്. അങ്ങനെ ഒരു വലിയ പരിവർത്തനം ഗീതത്തിലൂടെ നമ്മുടെ ചരിത്രത്തിലേക്കും നമ്മുടെ പാരമ്പര്യത്തിലേക്കും ഒക്കെ കടന്നു ചെല്ലാൻ ഇതുവഴി സഹായകരമാകും എന്നതുകൂടി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു കാര്യം കൂടി, എനിക്കതിൻ്റെ മുഴുവൻ ഉള്ളിലേക്ക് ഇവിടെ വന്നത് കുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേണം നോക്കാൻ. ഏതായാലും സന്തോഷ്ജിയും ഉണ്ണിയും
ബാക്കി എല്ലാവരും അത് കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടാകും. ഏറ്റവും ഔദ്യോഗികമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒഥൻറ്റിക്കായിട്ടുള്ള സംഘത്തിൻ്റെ ഭാഷയാണ് അതിലുള്ളത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാരണവശാലും ഒരു ഫാക്ച്വൽ എറർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു ഫാക്ച്വൽ എറർ എന്ന് ഞാൻ പറയാൻ കാരണം, പലപ്പോഴും നമ്മൾ ഏറ്റവും ഉറപ്പോടുകൂടി വിശ്വസിക്കുന്ന പല കൊട്ടേഷൻസും അമൃതവചനം എന്നുള്ള നിലയിൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം വേറെ എവിടെയല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യാലയത്തിലെ ശാഖയിൽ പോയി അവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ അമൃതവചനം ചൊല്ലി, ആ അമൃതവചനം ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞു എന്ന് പറയപ്പെടുന്നതായ ഒരു അമൃതവചനമാണ് ജിദ്ദു കൃഷ്ണമൂർത്തി. അപ്പോൾ ജിദ്ദു കൃഷ്ണമൂർത്തിയെ ചെറുപ്പത്തിൽ തന്നെ ഒരല്പം ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, വായിക്കാനിടയായ ഒരാളെന്നുള്ള നിലയ്ക്ക് ജിദ്ദുവിൻ്റെ നിലപാട് രാഷ്ട്രത്തോട്, ഹിന്ദുത്വത്തോട്, സംസ്കാരത്തോട്, സംഘടനയോട്, പരീക്ഷയോട്, പഠനത്തോട് ഏതൊരു തരത്തിലുള്ളതാണെന്നൊക്കെ മനസ്സിലാക്കാനിടയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ രാഷ്ട്രത്തിനെതിരാണ്, രാഷ്ട്രം എന്ന കൺസെപ്റ്റിനെ എതിരാണ്, ഹിന്ദുത്വത്തിനെതിരാണ്, സംഘടനയാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മൂലാശയങ്ങളെ ഒക്കെ എതിർക്കുന്ന ആളുടെ അമൃതവചനം ശാഖയിൽ പറയാൻ തുടങ്ങുന്നു എന്ന് കേട്ടപ്പോൾ താല്പര്യത്തോടെ ശ്രദ്ധിച്ചു. അപ്പോൾ പറയുന്നത് രാഷ്ട്രം ഒരു ആത്മീയ തത്വമാണ്, ആ ആത്മീയ തത്വത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്നൊക്കെ ജിദ്ദു പറഞ്ഞു പോലും അടിമത്തത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് രാഷ്ട്രത്തെ മുക്തമാക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആത്മാവ് എന്തൊക്കെയോ പറയുന്നു. അപ്പം എനിക്കിത് അരവിന്ദൻ പറഞ്ഞാണോ ജിദ്ദു പറഞ്ഞാണോ? ജിദ്ദു ഇങ്ങനെ പറഞ്ഞായി എവിടെയും കേട്ട് ഞാൻ എല്ലാ പുസ്തകവും വായിച്ചു എന്നുള്ള അഭിപ്രായത്തിൽ പറയല്ല. കാരണം തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ചെറുപ്പകാലത്ത് പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ തിളക്കമാർന്ന മുഖവും ജ്വലിക്കുന്ന കണ്ണുകളും ധ്യാനക്ഷമതയും ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ തലപ്പത്തിരുന്ന ആൾക്കാർ അടുത്ത ആചാര്യനായി ജിദ്ദുവിനെ നിശ്ചയിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴേക്കുമാണ് ഏതാണ്ട് 20 വയസ്സ് 21 വയസ്സുള്ളപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ഇതിനെയൊക്കെ തകർത്ത് അദ്ദേഹം പുറത്തിറങ്ങുകയും അദ്ദേഹത്തിൻ്റെ ആ രീതി തുടരുകയും ചെയ്തു. പക്ഷേ ആ ശാഖയിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഉള്ള ശാഖയാണ്. അവർ ഇത് അമൃതവചനമായി ചൊല്ലുകയാണ്. അപ്പം ഞാൻ ചോദിച്ചത് എവിടെ നിന്ന് എടുത്തതാണ്? അപ്പോൾ പറഞ്ഞു നമ്മുടെ തന്നെ ഒരു പ്രസിദ്ധീകരണശാല അമൃതവചനങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ തകരാറല്ല, മുകേഷിൻ്റെയും തകരാറല്ല, ശാഖയിൽ വന്നു പോകുന്ന അധികാരിയുടെയും തകരാറല്ല, ഔദ്യോഗികമായ ഒഥൻറ്റിക്കായിട്ടുള്ള അമൃതവചനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഒഥൻറ്റിക്കാണ്. പക്ഷേ നമ്മളെല്ലാം ഒന്ന് പരിശോധിച്ച് ഫാക്ട് ചെക്ക് കാരണം കുറച്ചുകൂടി ഏതെങ്കിലും ഒരു അധികാരിയുടെ ബൗദ്ധിക്കിൽ വരുന്ന ഒരു നാക്കുപിഴയുടെ പ്രശ്നമല്ല, ഇത് രേഖയായി എല്ലാ കാലത്തേക്കും എല്ലായിടത്തേക്കും എത്തിപ്പെടുന്നതായ ഒന്നാണ് എന്നതുകൊണ്ട് എനിക്കറിയില്ല, ഞാൻ അത്രയ്ക്ക് സാങ്കേതികമായി വിദഗ്ധനൊന്നുമല്ല. എൻ്റെ പരിചയപത്രത്തിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ എഴുതിക്കളയും ചിലരൊക്കെ ടെക്നോ സേവിയാണ് എന്നൊന്നും. സത്യത്തിൽ അതൊന്നും അല്ല. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആളൊക്കെ ടെക്നോ സേവി ആകുമോ? ഏതായാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഫാക്ട് ചെക്ക് നടത്താനും എഡിറ്റ് ചെയ്യാനും ചേർക്കാനുമുള്ള ചുമതല നമുക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതനുസരിച്ച് ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ ഇതേപോലെ ഒരിക്കലൊരു ഗണഗീതത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ഇങ്ങനെയുള്ള ചില തെറ്റുകൾ, ചിലയിടത്തുനിന്നൊക്കെ കെട്ടുന്ന തെറ്റുകൾ വളരെ വ്യാപകമായി പ്രചരിച്ചു പോകും. അപ്പോൾ ഒരു ഗീതത്തിലെ ഒരു വരിയാണ്, ഇതിൽ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും, ബൗദ്ധിക വിഭാഗിൻ്റെ പഴയ ബൈഠക്കിലൊക്കെ പങ്കെടുത്ത ചിലരൊക്കെ വിട്ടിരിപ്പുണ്ട്. കടത്തുകാരനെ കെട്ടിപ്പുണരും കാനനഗാമി ഭൂപാലൻ എന്ന വരി. അപ്പം അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ശാഖയിൽ. അദ്ദേഹം വേറെ എവിടുന്നോ, ആരാണ് ഈ കടത്തുകാരൻ? കടത്തുകാരനെ കെട്ടിപ്പുണരുക എന്നൊരു കഥ നമ്മുടെ പുരാണങ്ങളിൽ എങ്ങുമില്ല. അയാളുടെ വാദമാണ് അത് ഗാനാഞ്ജലിയിലെ പ്രിന്റിംഗ് മിസ്റ്റേക്കാണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഒരു കഥ മാത്രമേ ഉള്ളൂ, അത് കടത്തുകാരിയെ കെട്ടിപ്പുണരും കാനനഗാമി ഭൂപാലൻ. അത് ഭൂപാലനാണെന്നും എനിക്ക് സംശയമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ കടത്തുകാരി സത്യവതിയെ ആ കഥയാ പറയുന്നത്. എത്ര വലിയ അപകടത്തിലേക്കാണ് ഗുഹനെ കെട്ടിപ്പുണരുന്ന ശ്രീരാമനെ കുറിച്ച് പറയുന്നിടത്ത് സത്യവതിയെ കെട്ടിപ്പുണരുന്ന പരാശരനെ കുറിച്ച് ആക്കി തീർക്കാൻ. അദ്ദേഹത്തിന് കുറച്ച് പുരാണമൊക്കെ അറിയാവുന്ന ആളാണ് ഈ പറഞ്ഞു കൊടുക്കുന്ന ആള്. പക്ഷെ ഇങ്ങനത്തെ ഫാക്ച്വൽ എറേഴ്സ് എവിടെയെങ്കിലുമൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേരിൽ പറയുകയും നമ്മളൊക്കെ ബൗദ്ധികിൽ പലപ്പോഴും പറയുന്ന ഒരു പ്രയോഗമുണ്ട്.
ഞാൻ പലയിടത്തും തെരഞ്ഞു നോക്കി ആൽബർട്ട് ഐൻസ്റ്റീൻ എവിടെയാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്ന്. വി ഓ ടു ഹിന്ദുസ്, നാം കടപ്പെട്ടിരിക്കുന്നു, നമ്മളൊക്കെ പറയുന്നവരാണ്, നാം കടപ്പെട്ടിരിക്കുന്നു ഹിന്ദുക്കളോട്. വൈ? ദേ ടോട്ട് us ഹൗ ടു കൗണ്ട്. അവർ നമ്മളെ എണ്ണാൻ പഠിപ്പിച്ചു. അപ്പം ഞാൻ പലയിടത്തും ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ അദ്ദേഹത്തിൽ ആരോപിക്കപ്പെടുന്നുണ്ട് ഈ വാചകം. പക്ഷേ സത്യത്തിൽ അദ്ദേഹം പല പുസ്തകങ്ങളുടെയും പുറംചട്ടയിൽ ഇത് അച്ചടിച്ചു വെച്ചിട്ട് പോലുണ്ട്. അപ്പോൾ ഇതിലൊരു ഉത്തരവാദിത്വ ബോധം നമുക്കെല്ലാം ഉണ്ടാകാൻ, ഒരു കൃത്യമായി മറ്റുള്ളവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആധികാരിക ഗ്രന്ഥത്തിൻ്റെ തലത്തിലേക്ക് ശ്രുതം മാറേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള തെറ്റുകൾ നമ്മളിൽ സംഭവിക്കരുത്. ഒരല്പം സംശയം ഉണ്ടെന്നിരിക്കട്ടെ, ഉടനെ ഇപ്പം നമ്മൾ ആ ഒരു സംശയമുള്ള സാധനം കൊടുത്തില്ല എന്ന് വെച്ചിട്ട്, കൊടുത്തില്ല എന്നിരിക്കട്ടെ, അതുകൊണ്ട് വലിയ അപകടമൊന്നും ഭൂമി തകരാനൊന്നും പോകുന്നില്ല. ഒരു ദിവസം വൈകുമെന്ന് മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലുമൊക്കെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. ഞാൻ പുസ്തകമൊന്നും പറയുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട പുസ്തകം, ആ പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് 948, 49, 50 കാലത്ത് എഴുതി തുടങ്ങപ്പെടുകയും പിന്നീട് ആധികാരികമായി ഡോക്ടർ ജിയുടെ ജീവചരിത്രമായി അറിയപ്പെടുകയും ചെയ്യുന്ന പുസ്തകം. ആ പുസ്തകത്തിലെ ഒരു വർഷം നോക്കാൻ, ബൗദ്ധിക്കിൽ ഞാൻ 3rd ഇയറിൽ ബൗദ്ധിക്കിന് പോകുമ്പോൾ അതിന് മുമ്പൊന്ന് നോക്കാൻ വേണ്ടി യാത്രയിലായിരുന്നുകൊണ്ട് ആ പുസ്തകം എൻ്റെ കയ്യിലില്ല. ഞാൻ സന്തോഷ് ജിയെ തന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു. സന്തോഷ് ജി ആ പേജ് തന്നെ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു. അയച്ചപ്പോൾ എത്രയോ കാലമായിട്ട് നമ്മളും വായിച്ചാണ് ആ പുസ്തകം. ഇന്നൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അത് വായിച്ചപ്പോൾ ആ പേജ് നോക്കുമ്പോൾ 10 വർഷത്തിൻ്റെ ഡിഫറൻസിൽ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. 937 നടന്ന സംഭവം 927 എന്ന് എഴുതിയിരിക്കുന്നു. അത് തർജ്ജമ ചെയ്യപ്പെട്ടപ്പോഴും അങ്ങനെ തന്നെ തർജ്ജമ ചെയ്തു പോവുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സ്മൃതി ശിഥിലമാകാതെ തകരാതെ ഇരിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ശരികളിൽ ഊന്നി നമുക്ക് മുന്നോട്ട് പോകാനും കഴിയണം. അതിന് ഉതകുന്ന വിധത്തിൽ നമ്മുടെ ഈ ശ്രുതം ഇപ്പോഴതിനെ അങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങളിൽ തുടക്കത്തിൽ ഉണ്ണി തന്നെ സംസാരിക്കുമ്പോൾ സന്തോഷിയെക്കുറിച്ച് പറഞ്ഞു, ഈ കാര്യത്തിലൊക്കെയുള്ള കാർക്കശ്യം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു നേച്ചറാണത്, ആ കാർക്കശ്യം കൊണ്ട്, ശരികൾക്ക് വേണ്ടിയിട്ടുള്ള വാശിയുള്ളതുകൊണ്ട്, അതിലുള്ള പിടിവാശി, വെറും വാശിയല്ല പിടിവാശിയുള്ളതുകൊണ്ട് അത്തരം തെറ്റുകൾ ഇതിൽ ഉണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പാണ്. ഏതായാലും ബന്ധപ്പെട്ടവർ വീണ്ടും വീണ്ടും അത് നോക്കണം. നമ്മൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ കാരണം ഇതിൻ്റെ പരസ്യവാചകമാണ് എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത്. ആദ്യമായി സംഘത്തിൻ്റെ ബൗദ്ധിക് വിഭാഗം ഇറക്കുന്ന ഏറ്റവും ആധികാരികമായ ആപ്ലിക്കേഷൻ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് പ്രത്യേകം വീണ്ടും ശ്രദ്ധിക്കണമെങ്കിൽ വീണ്ടും വീണ്ടും ശ്രദ്ധിച്ച് നോക്കണം. ഗീതത്തിൻ്റെ കാര്യത്തിലുള്ള അതിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ നല്ലതാണ്. ആ ഗീതത്തിൻ്റെ രാഷ്ട്രം എന്ന വിഷയത്തെക്കുറിച്ചുള്ളതാണ്. രാഷ്ട്ര സംബന്ധിയായ ഗീതങ്ങൾ പ്രത്യേകം കൊടുക്കുക. പ്രത്യേകിച്ച് ഈ വ്യക്തിഗീതമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ സംഘശിക്ഷാവർഗങ്ങളിൽ, പ്രാഥമിക ശിക്ഷാവർഗിൽ ഒക്കെ വ്യക്തിഗീതം തിരഞ്ഞെടുക്കുമ്പോൾ വലിയ പ്രയാസമാണ് ബൗദ്ധിക വിഭാഗത്തിൽ. ഇന്ന് വിഷയം രാഷ്ട്രമാണ്, പക്ഷേ ഏത് ഗീതം പാടും? നമുക്കൊരു 10 ഗീതം മൊബൈൽ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കൂ, ശ്രുതം നോക്കൂ. രാഷ്ട്രത്തെക്കുറിച്ചുള്ള വ്യക്തിഗീതങ്ങൾ 10 ഉണ്ട്, ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള 8 ഗീതങ്ങളുണ്ട്, സ്വയം സേവകത്വത്തെക്കുറിച്ചുള്ള 6 ഗീതങ്ങളുണ്ട്. ഒരല്പം വർക്കിംഗ് നടത്തണം. അത് തിരഞ്ഞെടുക്കാനുള്ള ചുമതല ചിലപ്പോൾ IT ശാഖക്കാർക്കായിരിക്കില്ല, അത് ബൗദ്ധിക വിഭാഗം വേറെ ഇരുന്ന് ചെയ്യണം. ചെയ്തിട്ട് അതൊന്ന് വേർതിരിക്കാൻ. അതേപോലെ സുഭാഷിതങ്ങളെയും അമൃതവചനങ്ങളെയും ഒക്കെ അതിലെ കേന്ദ്ര ആശയത്തിനനുസൃതമായി ഒന്ന് എഡിറ്റ് ചെയ്താൽ വളരെയേറെ വർഗുകളിലേക്കും സംഘത്തിൻ്റെ ശിബിരങ്ങളിലേക്കും ഒക്കെ പ്രയോജനകരമായിരിക്കും. അങ്ങനെയാണോ ചെയ്തെങ്കിൽ വളരെ നല്ലത്. വീണ്ടും ഒന്നും കൂടി ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. സ്വയം സേവകൻ എന്ന വിഷയത്തിൻ്റെ ബൗദ്ധിക്കാണെങ്കിൽ ഏത് വ്യക്തി ഇത് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ അതിലെ കേന്ദ്ര ആശയം സ്വയം സേവകത്വത്തെക്കുറിച്ചുള്ളതായിരിക്കും. ത്യാഗത്തെക്കുറിച്ചുള്ള ആണെങ്കിൽ അത്, സേവനത്തെക്കുറിച്ചുള്ളതാണെങ്കിൽ അങ്ങനെ വീണ്ടും ഒരു ഡിവിഷൻ ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ സാധ്യതയുണ്ടോ എന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. അത് ആ ഒരു എഡിറ്റിംഗ് വർക്ക് തുടർച്ചയായി എഴുതിയിരിക്കുന്നതായി കണ്ടു ഞാൻ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ അതിൽ അങ്ങനെ ആ ഡിവിഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. ഏതായാലും ഇത്രയേറെ സുന്ദരമായ അർത്ഥവത്തായ പ്രവർത്തനം ചെയ്യുമ്പോൾ അതിന് സഹായകരമായ നമ്മളെ മുന്നോട്ട്
കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഇത്തരം പരിശ്രമങ്ങൾ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹീതമായ ദൈവിക ശക്തി അല്ലെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട് എന്നതിൻ്റെ തെളിവാണ്. സംഘത്വം നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം പുതിയ മുളകൾ പൊട്ടി വരുന്നത്, ഇത്തരം പുതിയ ചെനപ്പുകൾ ഉണ്ടായി വരുന്നത്. അത് നമ്മുടെ ആ ആന്തരികമായ ശക്തിയുടെ ദൈവികത്വത്തിൻ്റെ ഉദാഹരണമാണ്. ആ തരത്തിൽ ചിന്തിക്കാനും അത് ഫലപ്രദമായ വിധത്തിൽ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ അർത്ഥവത്താവണ്ണം സാർത്ഥകമാവണ്ണം അവതരിപ്പിക്കാനും സാധിച്ച, അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഒരു തരത്തിൽ പറഞ്ഞാൽ അവരെ പ്രണമിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞത് ഓർക്കുക, നമ്മളാണ് ഇതിൻ്റെ ആദ്യത്തെ ഉപഭോക്താക്കൾ. അപ്പോൾ അത് നമ്മൾ തന്നെ അത് പരമാവധി ഇടങ്ങളിലേക്ക് ഒറ്റ ദിവസം കൊണ്ടൊരു 10,000 ഒരു ചരിത്രം സൃഷ്ടിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ളത് നോക്കണം. ഈ ഡൗൺലോഡിങ് അതിന് ഏറ്റവും നന്നായി അത് മുന്നോട്ട് പോകട്ടെ. ഒരു വലിയ റെക്കോർഡ് തന്നെ ഈ വിഷയത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കട്ടെ. അതോടൊപ്പം ബൗദ്ധിക വിഭാഗിൻ്റെയും പ്രചാര വിഭാഗിൻ്റെയും പ്രധാനപ്പെട്ട സംഘപ്രവർത്തകന്മാരിലെ ഒരു ടീം അതിൻ്റെ ഉള്ളിൽ ഒന്നുകൂടി കടന്നുപോയി. ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്നോടെന്തെങ്കിലുമൊക്കെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പൂർണ്ണമാണെങ്കിൽ ബലേഭേഷ് കൂടുതൽ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് അതിലും നന്മ. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം.